ബീഹാറിൻ്റെ ഒരു പ്രശ്നം, വോട്ടർ പട്ടിക പ്രശ്നം പ്രതിപക്ഷ മുന്നണി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണോ? നിയമപരമായി അതിനെ ചലഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ ഇടപെടാൻ ഇന്ത്യ മുന്നണി ആലോചിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിലെ പ്രശ്നങ്ങൾ ജോൺ ബ്രിട്ടാസ് MP തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമൊക്കെ സംസാരിച്ചിരുന്നല്ലോ. തീർച്ചയായും ശരത്ത്, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഇത്തരത്തിലുള്ള ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി ഒന്നടങ്കം ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷനെതിരെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെയും വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. ഇന്ന് 11 വിവിധ പ്രതിപക്ഷ MP മാരുടെയും അതോടൊപ്പം നേതാക്കളുടെയും നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും അതോടൊപ്പം ഈ പ്രതിഷേധം എങ്ങനെ കൊണ്ടുപോകണമെന്നുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ നടത്തുന്നതിനായി പ്രത്യേക യോഗം ചേരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ MP മാരും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും വിവിധ സമാജ്വാദി പാർട്ടി അതോടൊപ്പം ഇടതുപക്ഷ MP മാരൊക്കെ തന്നെയും ഈ യോഗത്തിൻ്റെ ഭാഗമാവുകയും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തായാലും രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടത്തണമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ NRC മുഖേനയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിഷ്കരണത്തിലേക്കാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നതടക്കമുള്ള വ്യാപകമായിട്ടുള്ള ഒരു ആരോപണം ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ 1987 ജൂലൈ 1 മുമ്പ് ജനിച്ച ആളുകളാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ജനന തീയതിയും അതോടൊപ്പം ജനന സ്ഥലവും കാണിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ തെളിയിക്കപ്പെടുന്ന രേഖകളൊക്കെ തന്നെയും സമർപ്പിക്കണമെന്നുള്ള കാര്യമാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ആളുകൾ, അതായത് 2.97 കോടി ജനങ്ങൾ വോട്ടർമാർ ഈ പട്ടികയിൽ നിന്നും പുറത്താകുമെന്നുള്ള ഒരു ഭീമമായിട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണി ഒരുങ്ങുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് കേന്ദ്ര സർക്കാർ ഇതുവരെയും തയ്യാറാവുകയും ചെയ്തിട്ടില്ല.